പ്ലസ് ടു മാത്തമാറ്റിക്സിൻ്റെ എക്സാം ഓറിയൻറ്റഡ് സ്പെഷ്യൽ കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന സെക്ഷനാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസുകളിലേക്ക് പോകുന്നതിന് മുൻപേ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിനെ പറ്റി ചെറിയൊരു ധാരണ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമ്മൾ ആ ക്വസ്റ്റ്യൻസുകൾ കണക്ട് ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ആ ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അവിടേക്കൊന്ന് ശ്രദ്ധിക്കുക. ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം ഡിനോട്ട് ചെയ്യുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്നാണ് പറയുന്നത്. ഇതിലെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ലോവർ ലിമിറ്റാണ് എ വരുന്നത്, ഇൻ്റഗ്രലിൻ്റെ അപ്പർ ലിമിറ്റാണ് ബി എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. ഇങ്ങനെയുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ, അതായത് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ആ ആൻറ്റി ഡെറിവേറ്റീവ് കണ്ടെത്തിയതിന് ശേഷം അതിന് ഓവർ ദ ലിമിറ്റ് എ ടു ബി എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ആദ്യം എക്സിൻ്റെ പ്ലേസിൽ ബി ആണ് കൊടുക്കേണ്ടത്, അതിനുശേഷം എ ആണ് കൊടുക്കേണ്ടത്. ബിയും എയും കൊടുത്താൽ മാത്രം പോരാ, ആ കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസുകൾ തമ്മിൽ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യുകയും വേണം. എപ്പോഴും ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ നമ്പറാണ് നമുക്ക് ആൻസർ കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നതിനെ ഓവർ ദ ലിമിറ്റ് എ ടു ബി അപ്ലൈ ചെയ്യാം. അത് ഏത് രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറഞ്ഞ രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയമായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടെ പ്രത്യേകം എഴുതിയിരിക്കുന്നത് സ്മോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഒരു കാര്യമാണ് അവിടെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ആശയം നമ്മൾ ക്വസ്റ്റ്യൻസുകളിൽ കണക്ട് ചെയ്യുമ്പോൾ ഏത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണോ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയി നിൽക്കുന്ന ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആദ്യം നമ്മൾ കണ്ടെത്തുന്നു. ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നതിൻ്റെ ആൻസർ ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് അഥവാ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മൾ ആദ്യം ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നു. അതിനുശേഷം ആ കിട്ടിയ ആൻസറിന് ഓവർ ദ ലിമിറ്റ് എന്ന് പറയുന്ന കാര്യം ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും അപ്ലൈ ചെയ്യുന്നു. ആദ്യം അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, പിന്നെ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുന്നു. ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ കണക്ട് ചെയ്യുക. ഇത് ചെയ്തു പോകുമ്പോൾ തന്നെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കാൻ കുറച്ചധികം മെത്തേഡ്സുകൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുമായി കണക്റ്റഡ് ആകുന്ന ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വരുന്ന രീതിയിലുള്ള ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ ക്വസ്റ്റ്യൻസുകളാണ് സാധ്യതയുള്ളത്. അപ്പോൾ അത്തരം ക്വസ്റ്റ്യൻസുകൾ കൂടുതൽ നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ അതുപോലെ ചെയ്തു പഠിക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ളത്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് എന്നോ ഫൈൻഡ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് തരാം. ഇൻ്റഗ്രൽ 0 to 1 2x dx by 1 plus x square. ആദ്യം നമ്മൾ ഇതിൻ്റെ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എടുക്കുക. അതായത് 0യും 1ഉം അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇല്ലാത്ത കാര്യം. ഇൻ്റഗ്രൽ 2x dx by 1 plus x square. ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എക്സ് സ്ക്വയർ എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ആശയത്തിലൂടെയാണ് നമ്മൾ ചെയ്യേണ്ടത്. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേഷൻ 2x ആണ്. എക്സ് സ്ക്വയറിൻ്റെ ഒപ്പം നിൽക്കുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് കൂടി ചേർത്ത് നമ്മൾ എന്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ 1 plus x square എന്ന് പറയുന്നതിന് ടി കൊടുക്കുന്നു. അതായത് 0 plus 2x dx equal to dt. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്തത്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ 2x dx എന്ന് പറയുന്നത് എന്താണ്? dt ആണ്. ഇൻ്റഗ്രലിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ 2x dxന് പകരം dt എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഡിവൈഡഡ് ബൈ 1 plus x square എന്ന് പറയുന്നതിന് പകരം t എന്ന് പറഞ്ഞ കാര്യം എഴുതാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഇൻ്റഗ്രൽ വരുന്നത്? ഇൻ്റഗ്രൽ 1/t dt. ഇൻ്റഗ്രൽ 1/x dx ആണെങ്കിൽ log mod x plus c. നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ പ്ലസ് സി എന്ന് പറയുന്ന കാര്യം കണക്ട് ചെയ്യുന്നില്ല. പിന്നെ മോഡുലസ് എന്ന് പറയുന്ന കാര്യം എഴുതണമെന്നും ഇവിടെ നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമുക്ക് എന്തുമാത്രം പറയാം? ലോഗ് ടി എന്ന് പറഞ്ഞ കാര്യം പറയാം. ടി ഒന്ന് റീപ്ലേസ് ചെയ്താൽ ലോഗ് ടിയുടെ സ്ഥാനത്ത് നമുക്ക് 1 plus x square എന്ന് പറഞ്ഞ കാര്യം കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലേക്ക് പോകുമ്പോൾ therefore ഇൻ്റഗ്രൽ 0 to 1 2x dx by 1 plus x square equal to, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ എഴുതുക. log 1 plus x square ഓവർ ദ ലിമിറ്റ് 0 to 1. ആദ്യം അപ്പർ ലിമിറ്റ് ആയ 1 എന്ന് പറയുന്ന കാര്യം എക്സിൻ്റെ പ്ലേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സ് എന്ന് പറയുന്നതിന് 1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ വരും, അത് 1 ആണ്. 1 plus 1 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പോൾ നമുക്ക് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് log 2.
മൈനസ് 0 എന്ന് പറയുന്ന കാര്യം എക്സിന്റെ പ്ലേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 0² 0 ആണ് വരിക. 1 + 0² എന്ന് പറഞ്ഞാൽ 1 ആണ്. അതായത് log 1 എന്ന് പറഞ്ഞ കാര്യമാണ് കിട്ടുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു log 2 മൈനസ് log 1ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? log 2. രണ്ടാമത്തെ ചോദ്യം ഇവാലുവേറ്റ് എന്ന് പറഞ്ഞോ ഫൈൻഡ് എന്ന് പറഞ്ഞോ ചോദ്യം വരാം. ഇന്റഗ്രൽ 2 to 3 dx/x² - 1. അപ്പം നമ്മൾ ഇതിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഇന്റഗ്രൽ dx/x² - 1 വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx/x² - 1². അപ്പോൾ ഇത് ഏത് ഫോമിലായി? ഇന്റഗ്രൽ dx/x² - a² എന്ന് പറഞ്ഞ രൂപത്തിലായി. അതിന്റെ ഫോർമുല 1/2a log mod x - a divided by x plus a plus c. അതതിന്റെ ഫോർമുലയാണ്. ഇതേ ഫോർമുല നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ 1/2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1 ആണ്. log mod x മൈനസ് എ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് എ പ്ലസ് സി. ഇത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 2 to 3 dx/x² - 1 ഈക്വൽ ടു നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ 1/2 ലോഗ് മോഡുലസ് എഴുതണം നിർബന്ധമില്ല എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ x - 1/x + 1 എന്ന് പറഞ്ഞ കാര്യം എഴുതാം. ഇതിന് എന്ത് അപ്ലൈ ചെയ്യാം? ഓർ ദ ലിമിറ്റ് 2 to 3. ആദ്യം നമ്മൾ 3 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1/2 ലോഗ് 3 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വരും. ഡിവൈഡഡ് ബൈ 3 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വരും. മൈനസ് 1/2 എഴുതി, ലോഗ് എഴുതി, എക്സിന്റെ പ്ലേസിൽ 2 അപ്ലൈ ചെയ്യാണ്. അപ്പോൾ 2 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. 2 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 രണ്ട് ഇതിലും കോമൺ ആണ്, നമ്മൾ കോമൺ ആയി എടുക്കുകയാണ്. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് 2/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ആണ്. കാരണം 2 ഉം 4 ക്യാൻസൽ ചെയ്യുമ്പോൾ താഴെ 2 വരും. മൈനസ് ലോഗ് 1/3. ഇനി ലോഗരിതം എന്ന് പറയുന്നതിന്റെ പ്രോപ്പർട്ടി ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് a/b ആണ്. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ നിന്ന് അപ്ലൈ ചെയ്യാണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് എ എന്ന് പറഞ്ഞ പൊസിഷനിൽ 1/2 ഡിവൈഡഡ് ബൈ ബി എന്ന് പറഞ്ഞ പൊസിഷനിൽ 1/3 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ലോഗ് 1/2 ഡിവൈഡഡ് ബൈ 1/3 എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആക്കുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് 3/2 എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? 1/2 ലോഗ് 3/2 ആയിരിക്കും. അടുത്ത ചോദ്യം ഇവാലുവേറ്റ് ഇന്റഗ്രൽ 1 to 2 x³ - x² + 1 dx. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുക്കുകയാണ്. ഇന്റഗ്രൽ x³ - x² + 1 dx. x³ എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രൽ x⁴ ഡിവൈഡഡ് ബൈ 4. കാരണം x⁴n ആണ് വരുന്നതെങ്കിൽ ഇന്റഗ്രേഷൻ x⁴n + 1 ഡിവൈഡഡ് ബൈ n + 1 മൈനസ് x² ആണ് വരുന്നതെങ്കിൽ x³ / 3. ഇപ്പൊ നമ്മൾ ഉപയോഗിച്ച അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. പ്ലസ് 1 എന്ന് പറയുന്നതിന്റെ ഇന്റഗ്രല് x പ്ലസ് സി. ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 1 to 2 x³ - x² + 1 dx ഈക്വൽ ടു x⁴/4 മൈനസ് x³ / 3 പ്ലസ് x ഓർ ദ ലിമിറ്റ് 1 to 2. ആദ്യം നമ്മൾ 2 അപ്ലൈ ആണ്. 2 അപ്ലൈ ചെയ്യുമ്പോൾ 2⁴ അതായത് 16/4 മൈനസ് 2³ എന്ന് പറയുമ്പോൾ 8/3 പ്ലസ് 2 മൈനസ് 1 അപ്ലൈ ചെയ്യുമ്പോൾ 1⁴ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്, അതായത് 1/4 മൈനസ് 1 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1³ 1 ആണ്, അപ്പോൾ 1/3 വരും പ്ലസ് 1. ആ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. 16/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. മൈനസ് 8/3 പ്ലസ് 2 മൈനസ് 1/4 പ്ലസ് 1/3 മൈനസ് 1. 4 + 2 എന്ന് പറഞ്ഞാൽ 6 വരും. 6 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 വരും. മൈനസ് 8/3 ഉണ്ട്, ഇവിടെ പ്ലസ് 1/3 ഉണ്ട്. മൈനസ് 8/3 പ്ലസ് 1/3 എന്ന് പറഞ്ഞാൽ മൈനസ് 7/3. ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ -8 + 1 ചെയ്തു, അപ്പോഴാണ് എനിക്ക് -7 എന്ന് പറഞ്ഞ കാര്യം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു ടേം കൂടി എഴുതാണ്ട് -1/4. ഇവിടെ ബൈ 1 കൊടുക്കുക, ക്രോസ് ആയി മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 15 - 7 ഡിവൈഡഡ് ബൈ 3 -1/4. 15 - 7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വരും. 8/3 -1/4. ഒരു തവണ കൂടി ഒന്ന് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക.
മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 32 മൈനസ് 3 ഡിവൈഡഡ് ബൈ 12 വിച്ച് ഇസ് ഈക്വൽ ടു 29 ഡിവൈഡഡ് ബൈ 12. നാലാമത്തെ ചോദ്യം, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to π by 4 tan സ്ക്വയർ എക്സ് ഡി എക്സ്. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഇന്റഗ്രൽ tan സ്ക്വയർ എക്സ് ഡി എക്സ് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തില്ല, ഫോർമുല ഇല്ല. അപ്പം നമ്മൾക്ക് ഇതിനെ അറിയാവുന്ന ഫോർമുല ഏതെങ്കിലും കണക്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നതിന് നമ്മൾ ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെ ഐഡന്റിറ്റീസുകൾ പഠിച്ചിട്ടുണ്ട്, അത് കണക്ട് ചെയ്തുകൊണ്ട് ചെറിയൊരു മാറ്റം വരുത്തുന്നു. നമുക്കറിയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് സീക്ക് സ്ക്വയർ എക്സിന് തുല്യമാണ്. ഇവിടെ നിന്ന് നമ്മൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറയുന്ന കാര്യം എഴുതിയാൽ അത് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ടാൻ സ്ക്വയർ എക്സിന് പകരം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1 ഡി എക്സ് ഇങ്ങനെ എഴുതാണ്. ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ 1 ഡി എക്സ്. ആദ്യത്തത് ഫോർമുലയാണ്. ഇന്റഗ്രൽ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ടാൻ എക്സ് ആണ്, മൈനസ് ഇന്റഗ്രൽ 1 ഡി എക്സ് എന്ന് പറയുന്നത് എക്സ് ആണ് വരുന്നത്, പ്ലസ് സി. ഇപ്പോൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന കാര്യം കണ്ടുപിടിക്കൽ കഴിഞ്ഞു. നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 0 to π by 4 ടാൻ സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആൻസർ ടാൻ എക്സ് മൈനസ് എക്സ് ഓവർ ദ ലിമിറ്റ് 0 to π by 4 വിച്ച് ഇസ് ഈക്വൽ ടു, നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് π by 4 അപ്ലൈ ചെയ്യുന്നു. ടാൻ π by 4 മൈനസ് π by 4 മൈനസ് 0 ആണ് ഇനി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ടാൻ 0 വരും, ടാൻ 0ന്റെ വാല്യൂ 0 ആണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ അതും എന്താവും, 0 ആവും. അപ്പോൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് 0 ആവുന്നത് കൊണ്ട് നമ്മൾ പ്രത്യേകം എഴുതണം എന്നില്ല, എല്ലാം 0 ആയിട്ട് പോയി. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് -0 എന്ന് പറഞ്ഞ് എഴുതി വെക്കാം, എഴുതണം നിർബന്ധമൊന്നുമില്ല. ഈ മൈനസ് കഴിഞ്ഞിട്ടുള്ള അങ്ങോട്ടുള്ള കാര്യം നിങ്ങൾ എഴുതാതിരുന്നാൽ മതി. അതായത് ടാൻ π by 4 എന്ന് പറയുന്നത് 1 ആണ്, പിന്നെ മൈനസ് π by 4 എന്ന് പറഞ്ഞ കാര്യമാണ് നിൽക്കുന്നത്. 0 മൈനസ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 1 മൈനസ് π by 4. അടുത്ത ചോദ്യം, ഇവാലുവേറ്റ് ഇന്റഗ്രൽ 0 to 1 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. പല ചോദ്യപേപ്പറുകളിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കയറി വരാറുണ്ട്. ഓക്കെ, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എടുക്കുമ്പോൾ ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേഷൻ ആണ് 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അതുകൊണ്ട് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെയാണ് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ കണ്ടെത്തുക. അപ്പോൾ ഞാൻ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിന് ടി അപ്ലൈ ആണ്. രണ്ട് സൈഡും ഡെറിവേഷൻ ചെയ്യുമ്പോൾ 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ഇന്റഗ്രലിലേക്ക് വരുമ്പോൾ ഇന്റഗ്രൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതിന് പകരം ടി വരും, 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം ഡി ടി വരുന്നു. ടി എഴുതിയാലും ടി റേസ് ടു 1 എഴുതിയാലും ഒരേപോലെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എങ്ങനെയായിരിക്കും, ടി സ്ക്വയർ ബൈ 2 പ്ലസ് സി. അതായത് ടി എന്ന് പറഞ്ഞ കാര്യം റീപ്ലേസ് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് സി. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 0 to 1 ടാൻ ഇൻവേഴ്സ് എക്സ് ഡി എക്സ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു, കിട്ടിയിരിക്കുന്ന ആൻസർ ടാൻ ഇൻവേഴ്സ് എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഓവർ ദ ലിമിറ്റ് 0 to 1. ആദ്യം നമ്മൾ 1 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യുക. 1 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ടാൻ ഇൻവേഴ്സ് 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 മൈനസ്, ഇനി 0 ആണ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 0 വരും. ടാൻ ഇൻവേഴ്സ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അതുകൊണ്ട് ലോവർ ലിമിറ്റിന്റെ വാല്യൂ എന്താ വരിക, 0 ആണ് വരുന്നത്. ഇവിടെ ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാനിന് 1 കിട്ടുന്ന മെഷർമെന്റ് അത് π by 4 ആണ്. π by 4 മാത്രം എഴുതിയാൽ പോരാ, അതിനെ നമ്മൾ സ്ക്വയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് π by 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതിനെ നമുക്ക് ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് കൊണ്ടുവരാം, വിച്ച് ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ, ഇവിടെ 4ന്റെ സ്ക്വയർ 16 വരും, ഇവിടെ 2 വരും, 32. അടുത്ത ചോദ്യം, ഫൈൻഡ് ഇന്റഗ്രൽ -1 to 1 ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5. ഇതിന്റെ ഇൻഡെഫിനിറ്റ് കേസ് എടുക്കുമ്പോൾ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 5.
ഇത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ രൂപത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡെഫിനൈറ്റ് ഇന്റഗ്രൽ കണ്ടെത്താൻ വേണ്ടി ചെയ്തിരുന്നത് ഇന്റഗ്രൽ ഡി എക്സ് ബൈ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടേം എഴുതി, അടുത്തത് എക്സിന്റെ ടേം എഴുതി, അടുത്തത് ഒരു ടേം നമ്മളിവിടെ ആഡ് ചെയ്യുന്നു, അതേ ടേം തന്നെ സബ്ട്രാക്ട് ചെയ്യുന്നു, അതിനുശേഷം നമ്മൾ കോൺസ്റ്റന്റ് ടേം എഴുതുന്നു. എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, അതിന്റെ പകുതി അതിന്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 2 ആണ്, 2ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1 ആണ്, 1ന്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 1 ആഡ് ചെയ്തു, അപ്പോൾ തന്നെ മൈനസ് ചെയ്തു, ഇനി ഒരു +5 എഴുതാണ്ട് അത് എഴുതി വെച്ചു. വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 4. എങ്ങനെയാണ് അത് സംഭവിച്ചത്? ഈ 3 ടേമുകളെയും നമ്മൾക്ക് എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. -1 + 5 എന്ന് പറഞ്ഞാൽ എന്ത് വരും? +4 വരും. അതായത് ഒന്നും കൂടി ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ ഏത് ഫോർമുലയായി? ഇന്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞ രൂപത്തിലായി. അതിന്റെ ഫോർമുല എന്ന് പറഞ്ഞ കാര്യം പറയുന്നത് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ പ്ലസ് സി. അപ്പോൾ നമ്മൾ അതിന്റെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രലാണ് എഴുതി കഴിഞ്ഞത്. ഡെഫിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് therefore ഇന്റഗ്രൽ -1 to 1 dx by x square plus 2x plus 5 equal to, ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 1/2 tan inverse x plus 1 divided by 2 over the limit, അതായത് -1 to 1. ആദ്യം നമ്മൾ 1 അപ്ലൈ ചെയ്യണം. 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ 1/2 tan inverse 1 plus 1 2 വരും, 2/2 വരും. 2/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. മൈനസ് അടുത്തത് -1 അപ്ലൈ ചെയ്യാണ്. 1/2 അതുപോലെ എഴുതി, ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ കാര്യം അവിടെ എഴുതി. -1 + 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. 0/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 തന്നെയാണ്. ഇവിടെ ടാൻ ഇൻവേഴ്സ് 0 തന്നെയാണ് എന്നുള്ളത് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് 0 ആയിട്ട് പോകും. ഈ ഫസ്റ്റ് പാർട്ടിലത്തെ കാര്യം മാത്രമേ അവിടെ വരുള്ളൂ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 × π/4. ടാനിന് 1 കിട്ടുന്നത് π/4ലാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു π/8. അടുത്ത ചോദ്യം, ഫൈൻഡ് ഇന്റഗ്രൽ 0 to 1 dx by √1 - x². ഇൻഡെഫിനിറ്റ് കേസ് ആലോചിക്കുക. ഇന്റഗ്രൽ dx by √1 - x². ഈ എഴുതിയിരിക്കുന്നത് ശരിക്കും എന്താണ്? ഒരു ഫോർമുലയാണ്. ഏതാ ഫോർമുല വരുന്നത്? സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സി. ഇന്റഗ്രൽ dx by √1 - x² സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനിറ്റ് ഇന്റഗ്രലിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 0 to 1 dx by √1 - x² ഈക്വൽ ടു, ആൻസർ കിട്ടിയിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്, ഓവർ ദ ലിമിറ്റ് 0 to 1. ആദ്യം നമ്മൾ എക്സിന് 1 എന്ന് പറയുന്ന കാര്യം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 1 മൈനസ് സൈൻ ഇൻവേഴ്സ് 0. സൈൻ ഇൻവേഴ്സ് 0 തന്നെയാണ്, അതുകൊണ്ട് സെക്കൻഡ് കിടക്കുന്ന ടേം നമ്മൾ നോക്കേണ്ടതില്ല. ഇനി സൈൻ എപ്പോഴാണ് 1 കിട്ടുക? π/2 എന്ന് പറഞ്ഞ മെഷർമെന്റിലാണ്. അപ്പോൾ ഫൈനൽ ആൻസർ എന്താ വരിക? π/2. അടുത്ത് ചെയ്യാനുള്ളത് ഫൈൻഡ് ഇന്റഗ്രൽ 0 to 1 x dx by 1 + x². നമുക്ക് ഇൻഡെഫിനിറ്റ് കേസിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ x dx by 1 + x². x² എന്ന് പറയുന്നതിൻ്റെ ഡെറിവേഷൻ 2x എന്ന് പറയുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ കണക്ട് ചെയ്യാം. കണക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. 1 + x² എന്ന് പറയുന്നതിന് t കൊടുക്കുകയാണ്. ഡെറിവേഷൻ ചെയ്യുമ്പോൾ 0 + 2x dx = dt. അതായത് 2x dx = dt. നമുക്ക് ഇന്റഗ്രലിലെ x dx മാത്രമേ ഉള്ളൂ. അപ്പോൾ x dx എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? dt/2 തുല്യമായിരിക്കും. ഞാൻ ഇന്റഗ്രലിലേക്ക് ഒന്ന് തിരിഞ്ഞു വരികയാണ്. ഇന്റഗ്രൽ x dx പകരം നമുക്ക് dt/2 ഡിവൈഡഡ് ബൈ 1 + x² എന്ന് പറഞ്ഞാൽ എന്താണ്? t ആണ്. അതായത് 1/2 ഇന്റഗ്രൽ dt/t. ഇത് 1/2 ഇന്റഗ്രൽ 1/t dt എന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് 1/2 log mod t പ്ലസ് സി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 log mod t എന്ന് പറഞ്ഞാൽ 1 + x² ആണ്. അപ്പോൾ അത് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞു. ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കംപ്ലീറ്റ് ആയി കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഡെഫിനിറ്റ് കേസിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ 0 to 1 x dx by 1 + x² ഈക്വൽ ടു 1/2 ലോഗ് മോഡുലസ് പ്രത്യേകം എടുക്കേണ്ടതില്ല 1 + x² ഓവർ ദ ലിമിറ്റ് 0 to 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ലോഗ്. ആദ്യം നമ്മൾ അപ്പർ ലിമിറ്റ് ആയ 1 അപ്ലൈ ചെയ്യുമ്പോൾ
1² 1 ആണ്, 1 + 1 എന്ന് പറഞ്ഞാൽ 2 വരും. അപ്പോൾ 1/2 log 2 എന്ന് പറയുന്നത് ഫസ്റ്റ് അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നു. മൈനസ് 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് 1/2 log, ഇവിടെ 0 വരും, 0 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് വരിക. ഇതിൽ log 1 എന്ന് പറയുന്നത് 0 ആണ്, അതുകൊണ്ട് തന്നെ ഈ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് 0 ആയിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ 1/2 log 2. അടുത്ത ചോദ്യത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത് ഇന്റഗ്രൽ 0 to π/2 sin x dx by 1 + cos² x എന്ന് പറയുന്നതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ വാല്യുവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൈൻഡ് എന്ന് പറഞ്ഞൊക്കെ ചോദ്യം വരാം. ഇൻഡെഫിനിറ്റ് കേസിലേക്ക് പോകുമ്പോൾ ഇന്റഗ്രൽ sin x dx by 1 + cos² x. ഇവിടെ നോക്കാം നിങ്ങൾ, cos x എന്ന് പറയുന്നതിന്റെ ഡെറിവേഷൻ -sin x ആണ്. ഈ ഒരു ടേം അതിനകത്ത് തന്നെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ നമുക്ക് കണക്ട് ചെയ്യാം. അതിനുവേണ്ടി ചെയ്യുന്നത് cos x എന്ന് പറയുന്നതിന് t കൊടുക്കുകയാണ്. അതായത് -sin x dx എന്ന് പറയുന്നത് dt കിട്ടുന്നു. നമുക്ക് ഇന്റഗ്രലിൽ sin x dx ആണുള്ളത്. അപ്പോൾ sin x dx എന്ന് പറയുന്നത് മാത്രം ലെഫ്റ്റിൽ നിർത്തുക, മൈനസിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താവും? -dt എന്ന് പറഞ്ഞ കാര്യമാവും. ഇന്റഗ്രലിലേക്ക് വരുമ്പോൾ sin x dx പകരം -dt ബൈ 1 + cos x എന്ന് പറയുന്നത് t ആണ്. അപ്പോൾ cos² x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t² വരുന്നു. ഇതിലെ മൈനസ് എന്ന് പറയുന്നത് ഞാൻ ഇന്റഗ്രലിന്റെ പുറത്തേക്ക് നിർത്തുമ്പോൾ ഇന്റഗ്രൽ dt ബൈ 1 + t². ഡയറക്റ്റ് ഫോർമുലയാണ് വരുന്നത് -tan ഇൻവേഴ്സ് t + c വിച്ച് ഇസ് ഈക്വൽ ടു -tan ഇൻവേഴ്സ് t എന്ന് പറയുന്നത് cos x + c. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രലാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം therefore ഇന്റഗ്രൽ 0 to π/2 sin x dx by 1 + cos² x ഈക്വൽ ടു, നമുക്കിപ്പോൾ കിട്ടിയ ആൻസർ -tan ഇൻവേഴ്സ് cos x ഓവർ ദ ലിമിറ്റ് 0 to π/2. ആദ്യം നമ്മൾ π/2 എന്ന് പറഞ്ഞ കാര്യം കൊടുക്കുകയാണ്. അപ്പോൾ -tan ഇൻവേഴ്സ് cos π/2 മൈനസ്, വീണ്ടും ഒരു മൈനസ് കൂടി വരും, കാരണം ഇവിടെ ഓൾറെഡി മൈനസ് കിടക്കുന്നത് കൊണ്ട് നമ്മൾ ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴും ഒക്കെ എന്ത് ചെയ്യണം? ആ മൈനസ് അവിടെ കീപ്പ് ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഇവിടെ 2 മൈനസ് വന്നത്. ടാൻ ഇൻവേഴ്സ് കോസ് എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 0 കൊടുക്കുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാം cos π/2 എന്ന് പറയുന്നത് 0 ആണ് വാല്യൂ വരിക. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് 0 ആണ് വരിക. ടാൻ ഇൻവേഴ്സ് 0ന്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആണ് ആൻസർ കിട്ടുക. 2 മൈനസ് ഉള്ളത് കൊണ്ട് പ്ലസ് ആവും. ടാൻ ഇൻവേഴ്സ് cos 0ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. എപ്പോഴാണ് ടാനിന് 1 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്? π/4 ആകുമ്പോഴാണ്. അപ്പോൾ ഫൈനൽ ആൻസർ π/4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റിനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഇന്റഗ്രൽ 0 to 2/3 dx by 4 + 9x². ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇൻഡെഫിനിറ്റ് കേസിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്റഗ്രൽ dx by 4 + 9x² വിച്ച് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ dx by 9 എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്സൈഡ് നിർത്താണ്. കാരണം ഇതിനെ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞ കാര്യത്തിനെ x² + a² എന്ന് പറഞ്ഞ ഫോമിലേക്കോ, അല്ലെങ്കിൽ a² + x² എന്ന് പറഞ്ഞ ഫോമിലേക്കോ, അല്ലെങ്കിൽ നമുക്ക് a² - x² എന്ന് പറഞ്ഞ ഫോമിലേക്കോ, അല്ലെങ്കിൽ x² - a² എന്ന് പറഞ്ഞ ഫോമിലേക്കോ ഏതെങ്കിലും ഒന്നിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ആ ഫോർമുല അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനൊന്ന് മോഡിഫൈ ചെയ്യാണ്. മോഡിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ x²ന്റെ കോഎഫിഷ്യന്റ് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ -1 ആയിരിക്കണം. ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 1ലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്തത്? കോമൺ ആയി 9 ഇല്ലെങ്കിലും 9 എന്ന് പറയുന്ന കാര്യം ഔട്ട്സൈഡ് നിർത്തിയത്. ഈ 4ൽ നിന്ന് 9 പുറത്തേക്ക് എടുക്കാനില്ല. അതുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുക? 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പ്ലസ് 9x² നിന്ന് 9 ഔട്ട്സൈഡ് പോയി കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? x² വരും. അതായത് 1/9 ഇൻറ്റു ഇൻ്റഗ്രൽ dx by 4/9 എന്ന് പറയുന്നതിനെ 2/3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് എഴുതാം, പ്ലസ് x². അതായത് 1/9 ഇൻറ്റു ഇൻ്റഗ്രൽ dx by x² പ്ലസ് 2/3 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത് ഫോമിലായി ഇൻ്റഗ്രൽ dx by x² പ്ലസ് a² എന്ന് പറഞ്ഞ രൂപത്തിലായി. വിച്ച് ഇസ് ഈക്വൽ ടു 1/9 ഇൻറ്റു 1/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2/3 ടാൻ ഇൻവേഴ്സ് x/a എന്ന് പറഞ്ഞാൽ 2/3 പ്ലസ് c. ഒന്നും കൂടി അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 9ൽ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 വരും. അപ്പോൾ 1/6
ടാൻ ഇൻവേഴ്സ് 3x/2 പ്ലസ് c. ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന കാര്യം. ഇനി നമ്മൾ ഡെഫിനിറ്റിലേക്ക് പോകുമ്പോൾ therefore ഇൻ്റഗ്രൽ 0 to 2/3 dx/4 plus 9x² equal to 1/6 tan inverse 3x/2 over the limit 0 to 2/3. ആദ്യം നമ്മൾ 2/3 എന്ന് പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യാണ്. 1/6 into tan inverse 3 into 2/3 all divided by 2. ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് 2/3 അപ്ലൈ ചെയ്യുന്നുണ്ട്. മൈനസ് 1/6 tan inverse 3 into 0 divided by 2. ഇവിടെ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. ഇത് ടാൻ ഇൻവേഴ്സ് 0 ആണ് വരിക, അതിൻ്റെ വാല്യൂ 0 ആണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം കംപ്ലീറ്റ് എന്താവും 0 ആയിട്ട് പോകുന്നു. ഇവിടേക്ക് നമ്മൾ വരുന്ന സമയത്ത് 1/6 3യും 3യും ക്യാൻസൽ ചെയ്യാം, 2വും 2വും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അവിടെ ശരിക്കും എന്താണ്, എല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. അതായത് 1 അവിടെ ഉണ്ട്. ടാൻ ഇൻവേഴ്സ് 1 ആണ് വരിക. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുന്ന കാര്യം അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം, ടാൻ ഇൻവേഴ്സ് 1ൻ്റെ വാല്യൂ π/4 ആണെന്ന് പറയാം. അതായത് ഫൈനൽ ആൻസർ π/24. ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ ആകെ 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ ഈ 10 ക്വസ്റ്റ്യനിലെ ഏതെങ്കിലും ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനേഷന് വരിക. മിക്കവാറും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെ വരാനും സാധ്യതകൾ കൂടുതലാണ്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസുകളും ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ നല്ലതുപോലെ ചെയ്ത് പഠിക്കുക. ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നതിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് ഏരിയയിൽ നിൽക്കുന്ന ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ, അതിൻ്റെ ഫോർമാറ്റ് പഠിക്കുക. മുൻപേ നമുക്കറിയാവുന്ന ഫോർമുലാസുകൾ മാത്രം അതിനോടുകൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ നമ്മൾക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷനിൽ ഇൻ്റഗ്രൽ ബൈ പാർട്സ് എന്ന് പറയുന്ന സെക്ഷൻ കൂടി നമ്മൾ അടുത്തൊരു ക്ലാസ്സായി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. അപ്പോൾ ആ ക്ലാസ് കൂടി നിങ്ങൾ ഒബ്സർവ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്നതിലെ മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.